കഴിഞ്ഞൊരു വർഷം GEC-ന്ന് 1000-ലധികം സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയതിൽ കുറേ പേര് ചോദിച്ചിരുന്നു അവരെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് റെക്കമെൻഡേഷൻസിലൂടെയാണ് കൂടുതൽ ആൾക്കാർ വരാറ്. കാരണം അൾട്ടിമേറ്റ്ലി ഈ ഒരു ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയും അതുപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസും ഒക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും അറിയാൻ പറ്റും. അപ്പോൾ ഓൺലൈനായിട്ട് സെഷൻസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് GEC സ്കിൽ പ്ലസ് എന്നുകൊണ്ട് നമ്മുടെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ GEC സ്കിൽ പ്ലസിലൂടെ ഈ ഹെൽത്ത് കെയർ അപ്സ്കില്ലിംഗ് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു ജനറലി ഇപ്പോൾ മെഡിക്കൽ അപ്സ്കില്ലിംഗ്, നഴ്സിംഗ് അപ്സ്കില്ലിംഗ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ്, ഈവൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ കോഴ്സുകളും കൂടി നമ്മൾ ഈ GEC സ്കിൽ പ്ലസ് എന്നുള്ള ആപ്പിലൂടെ ഇനി സ്റ്റാർട്ട് ചെയ്യണം. ഈ സ്കിൽ പ്ലസ് ആപ്പിൽ അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സുകളിലാണെങ്കിലും നമുക്ക് GCC കൺട്രീസിൽ നിന്ന് വരെ സ്റ്റുഡൻസ് ഉണ്ട്. കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അവർക്ക് ഏത് സമയമാണോ കൺവീനിയൻ്റ് ആ സമയത്ത് അവർക്ക് ഇപ്പം എന്തെങ്കിലും ലിമിറ്റേഷൻ ഉള്ള ആളുകൾ, ചിലപ്പോൾ ഒരു കുട്ടികളുള്ള ആളുകളാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കോഴ്സും കൂടി ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്കിൽ പ്ലസിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം ഒരു പ്രൊമോഷന് വേണ്ടി വേറെ അഡീഷണൽ കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാ വെച്ചാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ മ്യൂട്ട് ചെയ്തിട്ടാണ് അവർ ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ 2-3 കുട്ടികളുള്ള ആളുകളൊക്കെ ഇതുപോലെ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കോൺവക്കേഷന്റെ സമയത്ത് അവർക്ക് നമ്മളല്ല അവര് പോലും അങ്ങോട്ടും കാണുന്നത് ആ ടൈമിലാണ് കാണുന്നത്. അതുപോലെ ഈ സ്കിൽ പ്ലസ് ആപ്പിൻ്റെ ഒരു പെക്യുലാരിറ്റി, നമ്മൾ ഈ റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് പല ആൾക്കാരും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ക്ലാസ്സസിൽ ഡെഫിനറ്റ്ലി 100% ഓഫ് ദി കോഴ്സ് അവർക്ക് എനി ടൈം അവൈലബിൾ ആണ്. അവരെ സൗകര്യത്തിന് വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ ഹോസ്പിറ്റലിരുന്നോ എവിടെ ഇരുന്നോ അവർക്ക് ആ കോഴ്സ് കാണാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും 3 ദിവസം ഷെഡ്യൂൾഡ് ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സസ് പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ക്ലാസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തീരെ കോൺടാക്ട്ലെസ് ആണെന്നൊരു ഫീല് ആർക്കും ഉണ്ടാവില്ല. ഫുൾ ടൈം ലൈവായിട്ട് ആക്സസിബിൾ ആണ്. അവർക്ക് ഓരോ സ്റ്റുഡൻറ്റിനും ആയിട്ടുള്ള ഓരോ മെൻറ്റേഴ്സ് ഉണ്ട്. അവരാണ് ആ സ്റ്റുഡൻസിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കുന്നത്. ഇപ്പോൾ ഈവൻ അവരെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, കംപ്ലീഷനിലോട്ട് അടുക്കുന്ന സമയത്തൊക്കെ തന്നെ അവർക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്ലേസ്മെൻറ്റ് ടീം അസിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു 360 ഡിഗ്രി അപ്രോച്ചാണ് നമ്മൾ സ്കിൽ പ്ലസിലൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാഫിനെയാണ് അതിനകത്ത് ഒരുപാട് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. നമ്മുടെ പ്ലേസ്മെൻറ്റ് ടീം വളരെയധികം ആക്റ്റീവാണ്. ഞാൻ എന്നും നമ്മുടെ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിൽ കാണുന്നുണ്ട്. കുട്ടികളുടെ അടുത്ത് ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങളത് പെട്ടെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം പ്ലേസ്മെൻറ്റ് എന്തായാലും നമ്മൾ 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളത് ഇത് GEC-യുടെ വളരെയധികം ഒരു പ്രത്യേകതയായിട്ടാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ഓഫ്ലൈൻ സ്റ്റുഡൻസ് തന്നെ കഴിഞ്ഞ കോൺവക്കേഷൻ സമയത്ത് ഇവിടെ പഠിച്ചിട്ടുള്ള 3-ൽ 2 ആൾക്കാരും ഏകദേശം നല്ല സക്സസ്ഫുള്ളി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് ടീമിനെ പറ്റി ഇന്ന് രാവിലെ കൂടി ഒരു ഡിസ്കഷൻ മീറ്റിംഗ് പറഞ്ഞത്, നമ്മൾ ഒരുപാട് ഓപ്പണിങ്സും അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം സ്റ്റുഡൻസ് അതിനനുസരിച്ച് പല ആൾക്കാരും ഓൾറെഡി വർക്കിംഗ് ആണ്. കാരണം ഇപ്പോൾ അവർക്ക് ആ ഓപ്ഷൻസ് ആവശ്യമില്ല എന്നുള്ളവർക്ക് അത്രയും അധികം സ്റ്റുഡൻസ് ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കാം, ജോലി കിട്ടുമോ എന്നൊന്നും ആരും സംശയിക്കേണ്ട ഒരാവശ്യമില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ റൈറ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ. അതിപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സൺ, റൈറ്റ് ജോബ്. അത് വേണ്ട സമയത്ത് അവിടെ വന്നു ചേരും എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ എന്തായാലും അതിൽ ശരിക്ക് ഭയങ്കര അഭിമാനം കൊള്ളുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും പല ആൾക്കാരും സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ +2 പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഒരു കരിയർ ബ്രേക്ക് വന്നു, 3-4 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അവൾ ചിന്തിക്കുന്നത്, ഞാനൊരു ലൈഫിൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നപ്പം എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഇതുപോലെ ഓൺലൈനായിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ പലരും വിളിക്കാറുണ്ട്. അതായത് നമുക്ക് ചിലപ്പം ആ ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ബാക്കി കുട്ടികളായിട്ടോ ഉള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കരിയർ ബ്രേക്ക് വന്നവർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്പണിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഇങ്ങനെ ഒരു ജോലി കിട്ടുമ്പോൾ അവരാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ സന്തോഷമായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്.
പ്രത്യേകിച്ച് ഇന്ന് കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും അതിനനുസരിച്ച് മാറുമല്ലോ. അങ്ങനെയാണ് ഈ ആപ്പ് ലോഞ്ച് ചെയ്യുന്നതും. ഇപ്പം സ്കിൽ പ്ലസ് ആയാലും നമ്മൾ അതിലൂടെ ആൾക്കാർക്ക് അവരിഷ്ടത്തിന്, അവരുടെ സമയത്ത്, അവരുടെ സൗകര്യത്തിന് ആ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാം. ഈവൻ ജോബ് പോലും, ജോബ്സിൻ്റെ നമ്മുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് നമ്മുടെ ഈ സ്കിൽ പ്ലസ് ആപ്പിൽ. അപ്പോൾ ജോബ്സ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് ഓപ്പണിങ്സ് എല്ലാം അതിൽ കാണാം. അവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാം. ഒരു നമ്മൾ ഈ കോവിഡിന് ശേഷം ഈ വർക്ക് ഫ്രം ഹോം എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്കിൽ പ്ലസ് ആപ്പിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്.